Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഡിഗ്രി ആൻഡ് PG ലെവൽ സ്റ്റുഡൻസിനും നെറ്റ് സെറ്റ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്കും UPSC ആസ്പിരൻസിനും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ട്രൈ ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. World Health Organization that was actually established in 1948. 1948 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഏജൻസി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്? ടു ഇംപ്രൂവ് ദ വെൽബീയിങ് ആൻഡ് ഹെൽത്ത് ഫോർ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. അതായത് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ എന്താ പറയുക, ഹെൽത്തും വെൽബീയിങ്ങും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. 1948 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ആ ഹെൽത്ത് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം പബ്ലിക് പൊതുജനങ്ങളുടെ എന്താണ് ഹെൽത്തും വെൽബീയിങ്ങും അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈസ് എ യുണൈറ്റഡ് നേഷൻസ് ഏജൻസി ദാറ്റ് വർക്ക്സ് ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഫോർ പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് അല്ലേ. അപ്പോൾ എന്തിനാ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്? എന്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഫോർ പീപ്പിൾ അല്ലേ, ജനങ്ങളുടെ ഹെൽത്തും വെൽബീയിങ് അറൗണ്ട് ദ വേൾഡ്, ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഹെൽത്തും വെൽബീയിങ്ങും എന്താ പറയുക ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിനുവേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള 1948 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് WHO. അപ്പം ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലാൻഡ്. 194 മെമ്പർ സ്റ്റേറ്റ്സ് ആണുള്ളത്. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് വരുത്തിയേക്കണം കേട്ടോ. അപ്പം 194 മെമ്പർ സ്റ്റേറ്റ്സ് ആണ്, 150 കൺട്രി ഓഫീസേഴ്സ് ആൻഡ് 6 റീജിയണൽ ഓഫീസേഴ്സ്. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതായത് 194 മെമ്പർ സ്റ്റേറ്റ്സും 150 കൺട്രി ഓഫീസേഴ്സും 6 റീജിയണൽ ഓഫീസേഴ്സും ഇങ്ങനെയാണ്. അപ്പം 1948 സ്വിറ്റ്സർലാൻഡ് ജനീവ അവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വർക്ക്സ് ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഫോർ പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം WHO പ്രൊവൈഡ്സ് ലീഡർഷിപ്പ് ഓൺ ഗ്ലോബൽ ഹെൽത്ത് മാറ്റേഴ്സ് അല്ലേ. ഗ്ലോബൽ ഹെൽത്ത് മാറ്റേഴ്സിൽ ഒരു ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. ഷേപ്പിംഗ് ദ ഹെൽത്ത് റിസർച്ച് അജണ്ട. നമുക്കൊരു കൺട്രി നമ്മുടെ വേൾഡ് ലെവലിൽ ഒരു ഹെൽത്ത് റിസർച്ചിന് ഒരു അജണ്ടയുണ്ട്. അപ്പോൾ അതിനൊരു ഷേപ്പ് എന്ന് വെച്ചാൽ അത് ഫോർമുലേറ്റ് ചെയ്യുക. സെറ്റിംഗ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് അല്ലേ, ചില നോംസും സ്റ്റാൻഡേർഡ്സും സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പോളിസി ഓപ്ഷൻസ് കൊണ്ടുവരിക. ആർട്ടിക്കുലേറ്റിംഗ് എവിഡൻസ് ബേസ്ഡ് പോളിസി ഓപ്ഷൻസ്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പോളിസി ഓപ്ഷൻസ് കൊണ്ടുവരിക. പ്രൊവൈഡിങ് ടെക്നിക്കൽ സപ്പോർട്ട് ടു കൺട്രീസിന് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക. ഇത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെ, ഹെൽത്തും വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. മോണിറ്ററിങ് ആൻഡ് അസസിങ് ഹെൽത്ത് ട്രെൻഡ്സ് മോണിറ്റർ ചെയ്യുക, അസസ് ചെയ്യുക, വിലയിരുത്തുക, ഇത്രയും കാര്യങ്ങൾ അല്ലേ. അപ്പം ഇതൊരു WHO പ്രൊവൈഡ്സ് ലീഡർഷിപ്പ് ഓൺ ഗ്ലോബൽ ഹെൽത്ത് മാറ്റേഴ്സ്, ഷേപ്പിംഗ് ദ ഹെൽത്ത് റിസർച്ച് അജണ്ട, അതേപോലെ തന്നെ സെറ്റിംഗ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ആർട്ടിക്കുലേറ്റിംഗ് എവിഡൻസ് ബേസ്ഡ് പോളിസി ഓപ്ഷൻസ്, പ്രൊവൈഡിംഗ് ടെക്നിക്കൽ സപ്പോർട്ട് ടു കൺട്രീസ് ആൻഡ് മോണിറ്ററിംഗ് ആൻഡ് അസസിങ് ഹെൽത്ത് ട്രെൻഡ്സ്. ഓക്കെ, so it began functioning on April 7, 1948. April 7 അത് came to force അല്ലേ. നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് April 7, 1948. അതുകൊണ്ട് തന്നെ ആ ഒരു April 7 എന്ന് പറയുന്ന ഡേറ്റ് നമ്മൾ എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ WHO ആക്റ്റീവായി, അതായത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ കെയിം ഇൻ ടു ഫോഴ്സ് നമ്മൾ പറയാറില്ലേ, അങ്ങനെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് April 7 1948. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു April 7 എന്ന് പറയുന്ന ഡേ നമ്മൾ എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? എവ്രി ഇയർ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ആൻഡ് വർക്ക്സ് ഇൻ കൊളാബറേഷൻ വിത്ത് ഇറ്റ്സ് മെമ്പർ സ്റ്റേറ്റ്സ് യൂഷ്വലി ത്രൂ ദ മിനിസ്ട്രീസ് ഓഫ് ഹെൽത്ത്. അപ്പോൾ അതാത് കൺട്രിയുടെ മിനിസ്ട്രീസ് ഓഫ് ഹെൽത്ത് അല്ലെ, അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്. എത്ര കൺട്രീസ് ഉണ്ടോ അവരുടെയൊക്കെ മിനിസ്ട്രീസ് ഓഫ് ഹെൽത്ത് ഉണ്ടാവുമല്ലോ, ഓരോ കൺട്രിക്കും മിനിസ്ട്രീസ് ഓഫ് ഹെൽത്ത് ഉണ്ടാവുമല്ലോ, അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്.
ഇനി WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് ഒരു ഹെൽത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. ജസ്റ്റ് ഹെൽത്ത് നമ്മൾ വിചാരിക്കും ഹെൽത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മൾ ഓക്കെ ആയാൽ മതി, അങ്ങനെയല്ല. മെൻ്റൽ ഹെൽത്ത് ദാറ്റ് ഈസ് ഓൾസോ റിക്വയേർഡ്, കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, മെൻ്റൽ ഹെൽത്ത്. അതേപോലെ തന്നെ സോഷ്യൽ വെൽബീങ്, സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ അല്ലേ, നമുക്ക് സാമൂഹികപരമായിട്ടും നമ്മൾ എങ്ങനെയായിരിക്കണം, നല്ലൊരു ചുറ്റുപാടിലായിരിക്കണം നമ്മളിരിക്കുന്നത്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. WHO ഒരു ഡെഫിനിഷനാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഹെൽത്ത്, അതായത് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഉണ്ടായിരിക്കണം, കറക്റ്റ് അല്ലേ? സോ ദ WHO നമുക്കറിയാം, നേരത്തെ പറഞ്ഞാണ് 194 മെമ്പർ സ്റ്റേറ്റ്സ് ആണ്, അക്രോസ് 6 റീജിയൻസ്, മോർ ദാൻ 150 ലൊക്കേഷൻസ്, അതായത് മോർ ദാൻ 150 ഓഫീസസ് ഉണ്ടെന്ന്, കൺട്രി ഓഫീസസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അതാണ്. ഇനി WHO ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ ഓർമ്മ വയ്ക്കണം. WHO ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, ഇത്രയും ഉണ്ടാവണം അല്ലേ? ഓക്കെ. ദെൻ WHO ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ടു കോർഡിനേറ്റ് ആൻഡ് ഓവർസീ ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ്. ഹെൽത്ത് സർവീസസിൻ്റെ പ്രൊക്യൂർമെൻറ്റ്, അതിനൊരു കോർഡിനേഷൻ, ഓവർസീ, അതിനെ മേൽനോട്ടം വഹിക്കുക അല്ലേ? മൊത്തം കൺട്രീസിൻ്റെയൊക്കെ ഹെൽത്ത് സർവീസസിനെ മൊത്തം അതിനൊരു കോർഡിനേറ്റ് ചെയ്യുക, അതിനെല്ലാം ഒരു മേൽനോട്ടം വഹിക്കുക, അത്രേ ഉള്ളൂ അർത്ഥം. പിന്നെ റേസ് അവയർനെസ് ഓഫ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഇൽനെസ് അല്ലേ, ഏതൊക്കെ അസുഖങ്ങളുണ്ട്, അപ്പം അതിനൊക്കെ ഒരു അവയർനെസ്, നമുക്ക് ഇങ്ങനെ ഡിക്ലറേഷൻ വരും, എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പം കോവിഡിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും വരുമ്പം അതിനാവശ്യമായിട്ടുള്ള സജഷൻസും കാര്യങ്ങളും ഡിക്ലറേഷനും ചെയ്യാവുന്നതും ചെയ്യേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അല്ലേ, അങ്ങനെ ഒരു ഡിക്ലറേഷനൊക്കെ വരും. അതേപോലെ തന്നെ സഫറിങ് ആൻഡ് ഡെത്ത് അമംഗ് മദേഴ്സ് ആൻഡ് ചിൽഡ്രൻ, കുട്ടികൾക്കും അതേപോലെ തന്നെ അമ്മമാർക്കും ഇടയിലുള്ള മരണം, അതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെല്ലാം മെഷേഴ്സ് ചെയ്യണം, ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഓക്കെ, അപ്പം അവയർനെസ്, എക്സ്റ്റെൻറ്റ് ഓഫ് ഇൽനെസ്, അതാണ് മെയിനായിട്ട് കേട്ടോ. അതിന് എത്രത്തോളം അസുഖങ്ങൾ അതിൻ്റെ എക്സ്റ്റൻഷനുണ്ട്, അതിൻ്റെ അവയർനെസ്സും അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള റെമഡീസും നിർദ്ദേശങ്ങളും ഒക്കെ തരിക, അത്രേ ഉള്ളൂ. To create an interface between developed and developing nations when pertaining to health issues. Health issues വരുന്ന സമയത്ത് ഒരു ഈ ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിൽ ഒരു ഇൻ്റർഫേസ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേഷൻ, അതൊക്കെയാണ് അല്ലേ. ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ടല്ലോ, വികസിച്ചുകൊണ്ട് വരുന്ന അല്ലേ രാജ്യങ്ങളും, അല്ലെങ്കിൽ ഓൾറെഡി വികസിത രാജ്യങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത് ഒരു ഇൻ്റർഫേസ് ഉണ്ടാക്കുക ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് തമ്മിൽ. ഓക്കെ, അപ്പം ടു കോർഡിനേറ്റ് ആൻഡ് ഓവർസീ ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ്. അതേപോലെ തന്നെ അതേപോലെ തന്നെ വേറെന്താണ്, റേസ് അവയർനെസ് ഓഫ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഇൽനെസ്. അതേപോലെ തന്നെ ടു ക്രിയേറ്റ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ്. ഓക്കെ, വൺ പെർട്ടൈനിങ് ടു ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത്. ഓക്കെ, പിന്നെ ഫങ്ഷൻസ് നോക്കാം നമുക്ക്. The health assembly determines the policies of the organization. Health assembly ഉണ്ടാവും, എന്ത് ഡിറ്റർമിൻ ചെയ്യും, ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പോളിസീസ് ഡിറ്റർമിൻ ചെയ്യും. It supervises the financial policies of the organization. ഫൈനാൻഷ്യൽ പോളിസീസ് അതും കൂടെ സൂപ്പർവൈസ് ചെയ്യുക. പിന്നെന്താണ്, ഇറ്റ് റിപ്പോർട്ട്സ് ടു ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഇൻ അക്കോർഡൻസ് വിത്ത് എനി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ദ യുണൈറ്റഡ് നേഷൻസ്. എന്താ എല്ലാ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൽ റിപ്പോർട്ട് ചെയ്യുക ഇൻ അക്കോർഡൻസ് വിത്ത് എനി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷൻസും തമ്മിൽ എന്ത് എഗ്രിമെൻറ്റ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവിടെ റിപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം health assembly determines the policies of the organization. It supervises the financial policies of the organization. അതേപോലെ തന്നെ അതിൽ റിവ്യൂ ആൻഡ് അപ്രൂവ് ബഡ്ജറ്റ് അപ്രൂവ്, എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഇത്രയൊക്കെ ചിലവ് വകയിരുത്തണം, ആ ഒരു രീതിയിൽ. പിന്നെ ഇറ്റ് റിപ്പോർട്ട്സ് ടു ദ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഇൻ അക്കോർഡൻസ് വിത്ത് എനി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ദ യുണൈറ്റഡ് നേഷൻസ്. ഓക്കെ, ഇത്രയുമാണ് ഫങ്ഷൻസ്. അപ്പം നമ്മൾ മെയിനായിട്ട് എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ സ്വിറ്റ്സർലാൻഡാണ്, 1948 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് കെയിം ഇൻ ടു ഫോഴ്സ് April 7 1948. അപ്പോൾ ആ ഒരു ഡേ നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലേ. ഗ്ലോബൽ ഹെൽത്ത് മാറ്റേഴ്സിൽ ഒരു ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹെൽത്ത് റിസർച്ച് അജണ്ടയ്ക്ക് ഒരു ഷേപ്പിംഗ് ദ ഹെൽത്ത് റിസർച്ച് അജണ്ട, സെറ്റിംഗ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് അല്ലേ.
അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ, അതാണ് വർക്കിംഗ് എന്ന് പറയുന്നത്, WHO വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ WHO റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഷെയർ ചെയ്തത്. അപ്പം ഇഫ് ദിസ് ക്ലാസ് ഈസ് യൂസ്ഫുൾ, അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. ഇതേപോലെ വേറെ ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.